ഹലോ ഹാപ്പി ലിസണേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഓക്കെ. ഞാൻ ഇന്ന് നിങ്ങളോടൊക്കെ പറയാൻ വരുന്നത് നമ്മുടെ വിസ്ഡം ടോക്ക് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചെക്ക് ചെയ്ത് കാണാമെന്നാണ്. അപ്പോൾ അതിൽ വിസ്ഡം ടോക്കാണ് പറയാനുള്ളത്. അപ്പം വിസ്ഡം ടോക്കിൽ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പലപ്പോഴും ഒരുപാട് സ്ഥലത്ത് കേട്ട് കാണുമായിരിക്കും. പക്ഷേ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് കിട്ടുന്നത്, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഉപയോഗം, അതെങ്ങനെ നമുക്ക് ലൈഫിന്റെ ഒരു ഭാഗമാക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ സംസാരിക്കുന്നതെല്ലാം വളരെ ഉപയോഗമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുവോ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുകൂടെ തന്നെ ഞാൻ ഫാമിലി കോച്ചാണ്. അപ്പോൾ ഫാമിലി കോച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് 1-to-1 സെഷൻ കൊടുക്കാറുണ്ട്, എന്നുവെച്ചാൽ എടുക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലോ ഒരു ഫാമിലി റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ യൂട്യൂബിൽ ഇടുന്നതാണ്. അപ്പം അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കിടക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അതിന് ഒരു നന്ദി പറയാം. നന്ദി എന്ന് വെച്ചാൽ ചെറിയ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ താങ്ക്സ്, വെറുതെ ഒരു പറഞ്ഞു പോകേണ്ട ഒരു വേർഡല്ല താങ്ക്സ്. അത് വളരെ അർത്ഥവത്തായ ഒരു ഇതാണ്. നമ്മൾ താങ്ക് യു എന്ന് പറയുന്നത് അത് ഈശ്വരന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ തന്നിട്ടുണ്ടോ അതിനൊക്കെ നന്ദി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലായി നമുക്ക് സമ്പൽ സമൃദ്ധി കൂടാണ്. നിങ്ങൾ അബണ്ടൻസ് എന്നെല്ലാം കേട്ടിട്ടായിരിക്കും. അപ്പം അങ്ങനെ സമ്പൽ സമൃദ്ധി കൂടുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു കോൺഫിഡൻസ് വരാണ്. പിന്നെ നമുക്കതൊരു ശീലമാവും. ഇപ്പൊ ശീലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ശീലമായി മാറുന്നത് 21 days എടുത്തിട്ടാണ്. നമ്മൾ പുതുതായിട്ട് ഒരു ഹാബിറ്റ്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 21 days വേണം. അതുപോലെ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ചെറിയ രീതിയിൽ താങ്ക്സ് പറഞ്ഞു തുടങ്ങി, അത് പിന്നെ ഒരു നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വേറെ ലെവലിൽ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സമ്പൽ സമൃദ്ധി വർദ്ധിച്ചു വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഈശ്വരൻ നമുക്ക് കാണാൻ കണ്ണുകൾ തന്നിട്ടുണ്ട്, നമുക്ക് എഴുതാൻ കൈകൾ തന്നിട്ടുണ്ട്, നടക്കാൻ കാലുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് തന്ന് അനുഗ്രഹിച്ച ഒരു ഭാഗങ്ങളാണ്, ശരീരഭാഗങ്ങളാണ്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇത് ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളറിയാതെ പ്രപഞ്ചം ഇതൊക്കെ കാണുകയാണ്. പ്രപഞ്ചം ഇതൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു, അതായത് ഒരുപാട് ബ്ലെസ്സിങ്സ് തരുകയാണ്. അങ്ങനെ ബ്ലെസ്സിങ്സ് തരുമ്പോൾ നമുക്ക് നന്ദി പറയാനേ സമയമുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും പക്ഷെ അവർ എന്തെന്നില്ലാത്ത ഒരു ചിരി നിങ്ങൾക്ക് സമ്മാനിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്ത് മനോഹരമായിരിക്കും അത്, അല്ലേ? നിങ്ങൾ ചിലപ്പോൾ ഒരു രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടൊക്കെ പോവായിരിക്കും. ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടാത്ത ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. പക്ഷെ നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രപഞ്ചം കറക്റ്റായ ആളുകളിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വളരെ അത്ഭുതമായിരിക്കും. അതിൻ്റെ ഗ്രേറ്റ് എക്സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്ന ആള്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മിറക്കിൾസും ബ്ലെസ്സിങ്സും സംഭവിച്ചതാണ്. നന്ദി പറഞ്ഞു തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു, ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ജെംസ്, കിൻഡർ ജോയ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര
നല്ല ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ വളരെ അത്രത്തോളം മനസ്സിന് സന്തോഷമേകുന്നത് ഒരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഇങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് ആകെ മാറുകയാണ്. നാം ഒരാള് വിചാരിച്ചാല് ബാക്കി ചുറ്റുപാടുള്ളവരെ മാറ്റാൻ പറ്റുന്ന ഏകമായ അല്ലെങ്കിൽ ഒരേ ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. കാരണം ഗ്രാറ്റിറ്റ്യൂഡിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഓരോ ദിവസവും ഒത്തിരി ഒരു 100-ലധികം പേരെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആർക്കും അറിയില്ല അവരൊക്കെ എന്തൊക്കെ ഫോമിലാണ്, എന്തൊക്കെ രീതിയിലാണ് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു പുഞ്ചിരി, നിങ്ങളുടെ ഒരു നല്ല വാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നവരോട് മാത്രമല്ല നന്ദി പറയുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളിൽ ഒത്തിരി സ്നേഹം ദൈവം തന്നിട്ടുണ്ട്. അത് അടച്ച് ഒതുക്കാനുള്ള കഴിയും, അത് പ്രകടിപ്പിക്കണം. അത് അറിയുന്നവരിൽ മാത്രമല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവരിലും ഒരു പുഞ്ചിരി കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബ്ലെസ്സിങ്സും മിറാക്കിൾസും നിങ്ങൾക്ക് ഈശ്വരൻ തരുന്നതാണ്. അപ്പൊ എങ്ങനെയാ, എല്ലാരും ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ലേ? വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളായിട്ട് പങ്കുവച്ചത്. കാരണം നിങ്ങളിപ്പം ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെ നോക്കിയാലും ഗ്രാറ്റിറ്റ്യൂഡിന്റെ മഹത്വത്തോളം ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ മണി ബ്ലെസ്സിങ്സ് ഉണ്ട്. പ്രോബ്ലം ഞാൻ പറയില്ല, കാരണം ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പോസിറ്റീവ് വേർഡുകൾ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഹെൽത്ത് ആയാലും മണി ആയാലും ഏത് ഏരിയയിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അഫർമേഷൻ എന്ന് പറയുന്ന രൂപത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം എ മണി മാഗ്നറ്റ്. ഞാനൊരു മണി മാഗ്നറ്റ് ആകുന്നു. ഐ ഹാവ് എ വൈറ്റൽ ഹെൽത്തി ബോഡി. എൻ്റെ ഹെൽത്ത് വളരെ ആരോഗ്യപരമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അഫർമേഷനിലൂടെ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ മാറും. അപ്പം നമ്മൾ എന്താ പറയുക, എക്സാക്ട്ലി നമ്മൾ നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ പണത്തിനെയും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു. എവിടെ സ്നേഹമുണ്ടോ അവിടെ നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കില്ലല്ലോ. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയി ഒരുപാട് മിറക്കിൾസും ബ്ലെസ്സിങ്സും പ്രപഞ്ചം ദൈവം നിങ്ങൾക്ക് തരുന്നു. അപ്പം ഇനി അതുകൂടാതെ പാവങ്ങളെ സഹായിക്കും, അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പാർട്ടാണ്. ചാരിറ്റബിൾ എന്ന് പറയുന്നത് വളരെ ദൈവത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് ചാരിറ്റബിൾ എന്ന് പറയുന്നത്. കാരണം എത്രയോ കുഞ്ഞു മക്കൾക്ക് അച്ഛനമ്മയില്ലാതെ വളരുന്ന എത്രയോ അനാഥാലയ ആശ്രമങ്ങളുണ്ട്, ഭക്ഷണം കിട്ടാതെ.
അച്ഛനമ്മയുടെ വാത്സല്യം കിട്ടാറ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് സ്വപ്നം മാത്രമായി ഒതുങ്ങുന്ന എത്രയോ കുഞ്ഞു മക്കളുണ്ട്. മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവര് നമ്മളിൽ ഒരാളായി കണ്ട് അവരെ സഹായിക്കുക. സഹായിക്കുന്നത് ഈശ്വരന് തുല്യമെന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. എത്രത്തോളം നിങ്ങൾ ആളുകളെ സഹായിക്കുന്നു അതിൻ്റെ അത്ര പുണ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് പവർ ഓഫ് ഗിവിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ബുക്കൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നു. നാം എത്രത്തോളം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു അത് നമ്മുടെ മനസ്സറിഞ്ഞ് ശുദ്ധമായ മനസ്സിലൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം എങ്ങനെയാ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ഇത് കാണുന്നത് ആരൊക്കെ ആയാലും അവർക്ക് ഇങ്ങനെ ഒരുപാട് അവരുടെ ആരോഗ്യം, അവരുടെ സാമ്പത്തികം, അവർ നേരിടുന്ന എന്ത് ബ്ലെസ്സിങ്സ് ആയാലും എല്ലാം നല്ലതാകട്ടെ എന്ന് സർവേശ്വരന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനും ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു എന്തായാലും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കേണ്ടതാണ്. തുടർച്ചയായി ഞാൻ ഓരോ മേഖലയിലുള്ള വീഡിയോസ് ഇടുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇനീഷ്യലി പറഞ്ഞു ഫാമിലി കോച്ചാണ്. ആരെങ്കിലും എന്തെങ്കിലും സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID കൊടുക്കുന്നതാണ്. 1-to-1 സെഷനാണ് ഞാൻ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ വിളിച്ച് സമയം പറയേണ്ടതാണ്. ഞാൻ എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങൾക്കുള്ള സമയം തരുമായിരിക്കും. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കോൾ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിലോ അല്ലെങ്കിൽ കോളോ എന്തായാലും ഓക്കെയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. മറക്കാതെ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.